നമ്മളൊരു 1000 സ്റ്റെപ്സ് എന്ന് പറയുന്ന ഡാൻഡിനോങ് റേഞ്ചസിലുള്ള ഒരു ട്രാക്കിൽ വന്നേക്കാണ്. എന്താ കാണാം, കൊക്കോഡ ട്രാക്ക് എന്ന് പറയുന്ന സംഭവത്തിൽ വന്നതാണ്. അപ്പോൾ ഇത് 1942-43 കാലഘട്ടത്തിൽ നടന്ന വാർ, മനസ്സിലായില്ലേ? അതായത് പാപ്പുവ ന്യൂ എന്ന് പറയുന്ന ആ പ്രദേശത്ത് വെച്ച് നടന്ന വാറിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ട്രാക്കാണ് ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്, മനസ്സിലായില്ലേ? അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്നത്തെ കാലത്ത് നമ്മുടെ ജാപ്പനീസ് അധിനിവേശത്തെ തടയുന്നതിന് വേണ്ടി ഓസ്ട്രേലിയൻസ് അവിടെ ചെന്നു. ഇവിടുത്തെ സോൾജിയേഴ്സ് നമ്മുടെ പാപ്പുവ ന്യൂ എന്ന് പറയുന്ന അവിടുത്തെ ആളുകൾ, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഐലൻഡാണ് പാപ്പുവ ന്യൂ. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ ഹെൽപ്പോടുകൂടി, അതാണ് നിങ്ങളെ ആ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. കണ്ടോ, ഇത് ഓസ്ട്രേലിയൻ സോൾജിയേഴ്സാണ്. ഒരാൾ വൂണ്ടഡായിട്ടുള്ള ആരും അടുത്ത് പോകുന്നു. റൈറ്റ് സൈഡിൽ നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ സോൾജിയറാണ്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന പാപ്പുവ ന്യൂഗിനിയയിലുള്ള അവിടുത്തെ തദ്ദേശീയരായിട്ടുള്ള ആളുകളുടെ ഹെൽപ്പോട് കൂടിയാണ് ഇവരെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി, ജാപ്പനീസിനെ തടഞ്ഞു നിർത്തുന്നതിന് വേണ്ടി ഇവരങ്ങ് പോയത്. അപ്പോൾ അവിടെയെന്ന് പറഞ്ഞാൽ വളരെ നാരമായിട്ടുള്ള, വളരെ മഴ പെയ്യുന്ന, സ്ലിപ്പറി ആയിട്ടുള്ള, വളരെ ടഫായിട്ടുള്ള ഒരു ടെറൈനാണ്. അത് അന്നത്തെ സോൾജിയേഴ്സിന് ഏറ്റവും ടഫായിട്ടുണ്ടായിരുന്ന, ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറായിരുന്നു. അപ്പോൾ അതിൻ്റെ മെമ്മറിയിലാണ് ഇവിടെ ഈ ഡാൻഡിനോങ് റേഞ്ചസിൽ, ഇത് പല സ്ഥലങ്ങളിലും ഉണ്ട്, ഇവിടെ ആ മെമ്മറിയിൽ ഇതുപോലൊരു വാക്കിംഗ് ട്രാക്ക് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇൻ ദ മെമ്മറി ഓഫ് 1942-1943 നടന്ന കൊക്കോഡോ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നടന്ന ജീവൻ വെടിഞ്ഞ ആളുകളുടെ ലിസ്റ്റിംഗാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു എന്താ പറയുക, വാറിൽ നഷ്ടപ്പെട്ട ആളുകളുടെ മെമ്മറീസാണ് ഇവിടെ കാണുന്നത്. അവരുടെ പേരും കാര്യങ്ങളൊക്കെയാണ്. സോ നമുക്കിനി മുന്നോട്ട് പോയി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. അത് അങ്ങോട്ട് നോക്കുവാണെങ്കിൽ ട്രാക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമുക്ക് എന്താ പറയുക, ഇപ്പം 30 ഡിഗ്രി ഉള്ള ഒരു ദിവസമാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ ആ മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ആ ഒരു ഫീൽ നമുക്ക് കിട്ടുന്നില്ല. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലേസ് ആണ്. നമുക്കൊരു ചില്ല് ഔട്ട് ചെയ്യാനും, റെസ്റ്റോറൻറ്റ്സ് താഴെയുണ്ട്, ആവശ്യത്തിനുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്, പിന്നെ ഈ പറയുന്ന പോലെ വെള്ളം കുടിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. പക്ഷേ ഡോഗ് ഫ്രീ ഏരിയയാണ്. പോകാം, കുട്ടികളെയൊക്കെ ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു 1 ഡേ ട്രിപ്പ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടുക്കൻ സ്ഥലം. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ ശരിക്കുള്ള ട്രാക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 വേ ഉണ്ട്. അതിനകത്ത് റൈറ്റ് വേയിൽ കൂടെ വേണം നമ്മൾ പോകാനായിട്ട്. 1 വേ ആണ്. അപ്പോൾ റൈറ്റിലൂടെ പോകുമ്പോഴാണ് ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള സംഭവം. കയറി ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങി വരണം. കാരണം അതിനകത്തൂടെ ഒരാൾക്ക് ഹാർഡലി കയറി പോകാനുള്ള സ്ഥലമേ ഉള്ളൂ ചില സ്ഥലങ്ങളിൽ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്തായാലും ഗ്രാവൽ റൂട്ട് നമ്മൾ ചൂസ് ചെയ്തു. നമ്മൾ ഇതിലേക്കൂടെ അങ്ങ് പോവുകയാണ്. ഉണ്ടോ, പ്രകൃതിയെ ആസ്വദിച്ച് പോവുകയാണ്. കയ്യിലെപ്പോഴും നമ്മൾ വാട്ടർ ബോട്ടിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, നമ്മുടെ റൂട്ടിൻ്റെ സൈഡിലുള്ള വേസാണ്. അപ്പോൾ ഇതിലേക്ക് ഉണങ്ങിയ മരങ്ങളൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചോട്ടിൽ കൂടെ പോകുമ്പം വളരെ സൂക്ഷിച്ച് പോവുക. ഒരുപാട് കാറ്റൊക്കെ ഉള്ള സമയം ഈ വഴി ചൂസ് ചെയ്യാതെ സ്റ്റെപ്പുള്ള വഴി നോക്കുക. പിന്നെ ഇതിൻ്റെയൊക്കെ കീഴെ വരുമ്പോൾ ഒരുപാട് നേരം ഇവിടെ നിൽക്കാതെ വിട്ടടിച്ച് പോക്കണം. സോ ദാറ്റ്സ് ദ ഓൺലി തിങ്. അതർവൈസ് നൈസ് ആൻഡ് സേഫാണ്. അതൊക്കെ നടന്നു പോവുക. പിന്നെ അതുപോലെ നടന്നു പോകുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് പെട്ടെന്ന് വരുവാണെന്ന്, വല്ലോ ചെസ്റ്റ് പെയിനൊക്കെ വരുവാണെങ്കിൽ റിസ്ക് എടുക്കില്ല. അപ്പം തന്നെ ഫോണെടുത്ത് 100 വിളിക്കുക, ആംബുലൻസ് സെറ്റ് ചെയ്യുക. ടേക്ക് എനി റിസ്ക്. മോനെ, ഇവിടെ മുതലാണ് യഥാർത്ഥത്തിലുള്ള പണി തുടങ്ങണത്. ഇനി ഇങ്ങോട്ട് നല്ല കുത്തനെയുള്ള കയറ്റവും ഈ പറഞ്ഞ പോലെ സ്റ്റെപ്പ് പോലുള്ള സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഇച്ചിരി പ്രായമായിട്ട് എന്തെങ്കിലും ചെസ്റ്റ് ഇഷ്യൂസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളവർ നടപടിയുള്ള കാര്യമല്ല, പണി പാളിപ്പോവും. സോ വെരി കെയർഫുൾ ആയിരിക്കണം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള യാത്ര നല്ല കഠിനമാണ്. നമ്മുടെ ശബരിമലയിലൊക്കെ നമ്മൾ കരിമലയൊക്കെ കയറുന്ന പോലത്തെ ഏകദേശം ഒരു സംഭവമാണ്. സ്റ്റെപ്പ് ഉണ്ടെന്നേ ഉള്ളൂ ഇവിടെ, മനസ്സിലായോ? നല്ല ടഫാണ്. നമുക്ക് ഏകദേശം ഞങ്ങളുടെ ഒരു 550 കാലറീസോളം കത്തിത്തീർന്ന് അവിടെ മുകളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും. സോ അപ്പോൾ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും. കൊള്ളാം, ടഫ് സാധനമാണ്. പക്ഷേ നമുക്ക് പൊളിയാണ്. കാരണം അവിടുത്തെ ഈ അന്തരീക്ഷം ഭയങ്കര മുറ്റായതുകൊണ്ടേ നല്ല ഓക്സിജൻ സപ്ലൈയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സൂപ്പറാണ്. അതാണ്ട് ഏകദേശം ഈ ഒരു ഭാഗത്ത് വരുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ
ഏറ്റവും കലിപ്പായിട്ടുള്ള സ്ഥലം. പിള്ളേരൊക്കെ പുട്ടുപോലെ കയറിപ്പോയി കേട്ടോ. റിഷാനാണെങ്കിലും ഋതുക്കുട്ടിയാണെങ്കിലും ഓടിയോ കയറി പോകുന്നുണ്ട്. പക്ഷെ നമ്മൾ പല സ്ഥലത്തും നിന്ന് പതുക്കെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചാണ് കയറി പോകുന്നത്. ആവശ്യത്തിന് റെസ്റ്റ് എടുക്കാനായിട്ട് ഒരു സ്വല്പം ചില സ്ഥലങ്ങളിൽ ഒരു വെട്ടിത്താപ്പ് പോലെ വെച്ചിട്ടുണ്ട്, നമ്മുടെ ഈ റെയിൽവേ കട്ടിങ്സ് പോലെ. അല്ലെങ്കിൽ ഹാർഡ്ലി ഒരാൾക്ക് കറക്റ്റായിട്ടങ്ങ് കയറി പോകാനുള്ള സംഭവമുള്ളൂ. എന്താണെന്ന് മനസ്സിലായില്ലേ? ഏകദേശം 1 മീറ്റർ ഗ്യാപ്പേ ഉള്ളൂ. അതിനകത്തൂടെ വേണം നമ്മൾ കയറി പോകാൻ. ഇപ്പം പെട്ടെന്ന് വല്ല തലകറക്കോ സ്റ്റെബിലിറ്റി ഇഷ്യൂസ് വല്ലതും വരുവാണെങ്കിൽ ആ കൈ പിടിയിലോട്ട് പിടിച്ചിട്ട് ആ നടയിലോട്ടങ്ങ് ഇരുന്നോണം. പറഞ്ഞ് മനസ്സിലായില്ലേ? മസിൽ പിടിച്ചിട്ട് കാര്യമില്ല, നേരെ കീഴോട്ട് പോകും. നന്നായിട്ട് പുറകോട്ട് നമ്മളെ വലിച്ചു കൊണ്ടുവരും. മനസ്സിലായോ? ഇതാണ് ഏറ്റവും കലിപ്പായിട്ടുള്ള സ്ഥലം. ശരിക്കും പറഞ്ഞാൽ ഇവർ രണ്ടുപേരും പെട്ടുപോയി കേട്ടോ. കൊമ്പ കുത്തി പിടിച്ച് കയറി വന്ന് എത്തിയിട്ടുണ്ട്. എനിവേ നമ്മൾ ആദ്യമായിട്ട് പോകുമ്പോഴത്തേന് ഇച്ചിരി ടഫാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ ഇവിടെ കുറച്ച് നേരമൊക്കെ ഒന്ന് ഇരുന്ന് വിശ്രമിച്ചിട്ട് വേണം നമ്മളിനി താഴേക്ക് പോകാനായിട്ട്. കാരണം താഴേക്ക് പോകുമ്പോഴും ഈ ചെങ്കുത്തായ ഇറക്കം തന്നെയാണ്. അങ്ങനെ വരുമ്പം നമുക്ക് അതേ സ്ട്രെയിൻ തന്നെയാണ്, കുറച്ചും കൂടെ റിസ്ക്കിയാണ് ഞാൻ നോക്കിയിട്ട്. കാരണം താഴേക്ക് വരുമ്പോഴത്തേക്കിനും ഗ്രാവലുണ്ട്, അപ്പോൾ തെന്നിപ്പോകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. സോ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ വാക്കിംഗ് സ്റ്റിക്ക് പോലത്തുള്ള എന്തെങ്കിലും ഒരു സാധനം കൂടെ കൈ കരുതുന്നത് നല്ലതായിരിക്കും. മനസ്സിലായി? ഇങ്ങനെ കുത്തി പിടിച്ച് പോകുന്നൊരു സാധനമില്ല, അപ്പച്ചന്മാർ കൊണ്ടുവന്ന കൂട്ടത്. നമുക്കാണെങ്കിലും അത് നല്ലതാണ് ഈ സംഭവത്തിന് വരാൻ നേരത്ത് കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതുപോലെ സ്റ്റെപ്പും ഉണ്ട്, അതുപോലെ ഈ സ്ഥലമുണ്ട്. 1 വേ ആണ് കേട്ടോ, കയറി വരുന്നിടത്തോടെ ഇറങ്ങി പോകാൻ പറ്റില്ല. ഈ സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ഈ പറഞ്ഞ പോലെ ബാലൻസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. പറ്റുമെങ്കിൽ ഒരു ചെറിയ കൊമ്പോ അങ്ങനെ എന്തെങ്കിലും സാധനം കൈ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. നൈസായിട്ട് ഇറങ്ങി പോവുക. അതാണ്ട് ഉണ്ടോ? ശരി, ഇപ്പം താഴോട്ട് ഇറങ്ങാം. ഏകദേശം നമ്മൾ എത്തിയിട്ടുണ്ട്. ബോട്ടം അതെ. ഇവിടെ വന്ന് ഇറങ്ങുമ്പോഴേ നമ്മൾ ഇരുന്ന് പോകും. അതിനുവേണ്ടി ഓൾറെഡി കുറച്ച് ഇത് കിട്ടിയിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അവിടെ സംഭവിച്ച കുറച്ച് യുദ്ധത്തിൻ്റെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അവിടെ ഇഞ്ചേർഡ് ആയിട്ടുള്ള പട്ടാളക്കാരെയൊക്കെ കൊണ്ടുവരുന്ന രീതി ഉണ്ടോ? പട്ടാളക്കാർ മാത്രമല്ല, അവിടുത്തെ നാട്ടുകാർ ഉണ്ടോ? നമ്മൾ ഇറങ്ങി ഇങ്ങ് വരുമ്പോൾ ഇവിടെ ഒരു ചെറിയ റെസ്റ്റിംഗ് പ്ലേസും ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ കാണാം ഒരു ചെറിയ സ്റ്റേജ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് നാളെ നമുക്ക് ആൾക്കാർക്ക് മുഴുവൻ ഇവിടെ ഇരിക്കാം. അപ്പം നമുക്കൊരു ചെറിയ സ്റ്റേജ് നമുക്ക് ഫ്രണ്ടിൽ കാണാം. അപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന സാധനമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഇതാണ് ലൈഫിലെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. ഇതാണ് നമുക്ക് എഴുതി വെച്ചേക്കുന്നത് കറേജ്. നമ്മൾ ഏത് കാര്യത്തിന് പുറപ്പെടുമ്പോഴും നമുക്ക് ധൈര്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം. അതുപോലെ ആ ധൈര്യത്തോടു കൂടി നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എൻഡ്യൂറൻസ്, അതായത് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം അല്ലെങ്കിൽ എന്ത് ഹാർഡ്ഷിപ്പായിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്ത് ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാകും. അതിനെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. തൊട്ടിപ്പുറത്ത് മെയ്റ്റ്നെസ്, അതായത് നമ്മുടെ സഹജീവികളോട്, നമ്മുടെ കൂടെ ഉള്ളവരോട് കരുണയും അവരുടെ കൂടെ ചേർന്ന് പോകാനുള്ള ഒരു മനസ്സുണ്ടാകണം. അത് സക്സസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സാക്രിഫൈസ്, നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ത്യജിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായില്ലേ? നമ്മുടെ ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടി. അല്ലാതെ നമ്മുടെ സ്വാർത്ഥത കൊണ്ട് മാത്രം കാര്യമില്ല. നമ്മുടെ കാര്യം എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്നവർക്ക്, അങ്ങനെയുള്ളവർക്ക് പറ്റുന്ന പരിപാടിയല്ല ഇത്. അങ്ങനെയുള്ളവരെ തുടക്കത്തിൽ തന്നെ ഒഴിവാക്കിയേക്കണം നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിന് പോകുമ്പോൾ.
ഈ സാധനം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ലൈഫിൽ. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് ഒരു ബിസിനസ്സോ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യത്തിലേക്ക് പോകുമ്പോൾ ഈ 4 കാര്യങ്ങൾ ഒരുപോലെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ മാത്രമേ നമ്മൾ കൂടെ കൂട്ടാവുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ് പരാജയമായിരിക്കും. പക്ഷേ ഈ 4 കാര്യങ്ങൾ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തോൽപ്പിക്കാനായിട്ട് പ്രകൃതിയിൽ ഒരു സാധനത്തിനെയും കൊണ്ടും പറ്റത്തില്ല മോനെ. മരണം വരെ പോരാടുക, മനസ്സിലായില്ലേ? അത്രയേ ഉള്ളൂ. ഉറപ്പ് ലൈഫിലുള്ള ഒരു കാര്യമേ ഉള്ളൂ, മരണം. ആ മരണം വരെ പോരാടുക എന്നുള്ളത് മാത്രമേ നമുക്ക് ഉറപ്പ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. ആർട്സ് ലൈഫ്, അത്രേ ഉള്ളൂ. നമ്മളിത് കഴിഞ്ഞെത്തിയിട്ടുണ്ട്. നമ്മൾ ഒരുപാട് കാലറീസ് നമ്മൾ കത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇതിനൊന്ന് ഇറങ്ങി പോകുമ്പോഴത്തേക്കും നമ്മൾ ഹെൽത്തി ആയിട്ട് നമ്മൾ പോകത്തുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. പറഞ്ഞു മനസ്സിലായോ? അപ്പോൾ ഒരേ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തിരിച്ചിറങ്ങി വരുമ്പോൾ ചരലയിൽ തെന്നി വീഴാതിരിക്കാൻ നോക്കുക. അങ്ങോട്ട് കയറി പോകുന്ന സമയത്തിൽ ഈ ബ്രാഞ്ചുകളൊക്കെ ഒരുപാട് കാറ്റും മഴയോ ഒക്കെ ഉള്ള സമയത്ത് ഇവിടെ വരാതിരിക്കുക. അതാണ് ഇത്ര 2 കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ സ്നാക്കായിട്ടുള്ള ഐറ്റംസ് നമുക്ക് കൊണ്ടുവരാത് കഴിയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ ഡെഫിനറ്റായിട്ടും വെള്ളവും കൊണ്ടുവരിക. ദാറ്റ്സ് ഇറ്റ്. സൂപ്പറാണ് കേട്ടോ. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 9 ഔട്ട് ഓഫ് 10. ടേക്ക് കെയർ.